നമസ്കാരം. മോഹൻലാൽ ചിത്രമായ എമ്പുരാനെതിരെ വിമർശനശരങ്ങളുമായി വീണ്ടും RSS മുഖപത്രമായ ഓർഗനൈസറിൽ ലേഖനം. ചിത്രത്തിലെ വിവാദ ഭാഗങ്ങൾ നീക്കം ചെയ്യുമെന്ന് നടൻ മോഹൻലാലും മറ്റ് അണിയറ പ്രവർത്തകരും പ്രഖ്യാപിച്ചിരിക്കുകയാണ് പുതിയ ലേഖനം. മോഹൻലാൽ എമ്പുരാന്റെ കഥ മുൻകൂട്ടി അറിഞ്ഞില്ല എന്നത് വിശ്വസിക്കാനാവില്ല എന്നാണ് ഓർഗനൈസറിലെ വിമർശനം. എമ്പുരാനിൽ പൃഥ്വിരാജ് അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേര് സയ്യിദ് മസൂദ് ആണെന്നത് യാദൃശ്ചികമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്നും ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ മസൂദ് അസ്ഹറിന്റെയും ലഷ്കർ ഇ തയ്യിബ ഭീകരൻ ഹാഫിസ് സയ്യിദിന്റെ പേരുകളുടെ ഒരു സംയോജിത രൂപമാണിതെന്നും ഓർഗനൈസറിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ പറയുന്നു. ഇസ്ലാമിക ഭീകരതയെ വെള്ളപൂശുകയും ഹിന്ദു സമൂഹത്തെ വില്ലൻ വേഷത്തിൽ അവതരിപ്പിക്കുകയും ചെയ്തുവെന്ന് പുതിയ ലേഖനത്തിൽ കുറ്റപ്പെടുത്തുന്നു. പൃഥ്വിരാജിന്റെ സിനിമകളിൽ ദേശവിരുദ്ധ ലക്ഷ്യങ്ങളുടെ ആവർത്തനം ഗുരുതരമായ ആശങ്കകൾ ഉയർത്തുന്നുവെന്നും ലേഖനത്തിൽ പറയുന്നു. സിനിമയുടെ ഫണ്ടിംഗ് ചോദ്യം ചെയ്യുന്ന ലേഖനം നിർമ്മാതാക്കളിൽ ഒരാൾ പിന്മാറിയതിനെക്കുറിച്ചും സംശയം ഉന്നയിക്കുന്നുണ്ട്. എമ്പുരാനിൽ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേര് സയ്യിദ് മസൂദ് ആണെന്നത് യാദൃശ്ചികമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ലേഖനം ആരംഭിക്കുന്നത്. ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ മസൂദ് അസ്ഹറിന്റെയും ലഷ്കർ ഇ തയ്യിബ ഭീകരൻ ഹാഫിസ് സയ്യിദിന്റെ പേരുകളുടെ ഒരു കൂട്ടിച്ചേർക്കലാണിത്. ദേശവിരുദ്ധവും ഹിന്ദുവിരുദ്ധവുമായ ഒരു അജണ്ട മുന്നോട്ട് കൊണ്ടുപോകാൻ ലക്ഷ്യമിട്ടുള്ള ഒരു നീക്കമാണിത്. പൃഥ്വിരാജിന്റെ ഹിന്ദുവിരുദ്ധ നിലപാട് നേരത്തെ പ്രകടമാണ്. ഇതൊരു ഒറ്റപ്പെട്ട കേസല്ല, മറിച്ച് നടനും സംവിധായകനുമായ പൃഥ്വിരാജ് നയിക്കുന്ന കേരളത്തിലെ ചലച്ചിത്ര മേഖലയിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന ഒരു പ്രത്യയശാസ്ത്ര പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ്. വളച്ചൊടിച്ച ചരിത്രവും തീവ്രവാദത്തെ വെള്ളപൂശലുമാണ് സിനിമയിൽ കാണുന്നത്. ഹിന്ദു സമൂഹത്തെ വില്ലൻ വേഷത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിക ഭീകരതയെ വെള്ളപൂശുന്നതാണ് എമ്പുരാനിൽ കാണുന്നതെന്നും ലേഖനത്തിൽ വിമർശിക്കുന്നു. ഭാരതത്തിന്റെ ചരിത്രത്തിലെ ഒരു ദാരുണവും സങ്കീർണവുമായ അധ്യായമാണ് ഗുജറാത്ത് കലാപം. അതിനെ വക്രീകരിച്ചാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയ വ്യവഹാരത്തിന് അനുയോജ്യമായ രീതിയിൽ വസ്തുതകളെ വളച്ചൊടിച്ചിരിക്കുന്നു. ഗോദ്രയിൽ 59 നിരപരാധികളായ രാമഭക്തരുടെ കൂട്ടക്കൊലയെ എമ്പുരാൻ അവഗണിച്ചു. വേദനാജനകമായ ഓർമ്മകൾ പുനർജീവിപ്പിക്കുക മാത്രമല്ല, രാജ്യത്തിന്റെ ഐക്യത്തെയും അതിന്റെ ജനാധിപത്യ സ്ഥാപനങ്ങളെയും ദുർബലപ്പെടുത്തുകയും ചെയ്യുന്ന വിധത്തിലാണ് ഈ ചിത്രം ചെയ്തിരിക്കുന്നതെന്നും ഓർഗനൈസറിലെ പുതിയ ലേഖനത്തിൽ പറയുന്നു. ഒരു സിനിമ സൂക്ഷ്മമായി വിഭജനത്തിന്റെ വിത്തുകൾ നടുമ്പോൾ ഈ വിത്തുകൾ വേരുറപ്പിക്കുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ടത് നമ്മുടെ കൂട്ടായ ഉത്തരവാദിത്തമാണെന്നും ഓരോ ദേശസ്നേഹിയായ ഇന്ത്യക്കാരനും കണക്ക് ചോദിക്കേണ്ട സമയമാണിതെന്നും ലേഖനത്തിൽ പറയുന്നു. ഇസ്ലാമിക ഭീകരതയെ വെള്ളപൂശുകയും ഹിന്ദു സമൂഹത്തെ വില്ലൻ വേഷത്തിൽ അവതരിപ്പിക്കുകയും ചെയ്തതിന് സിനിമയ്ക്കെതിരെ ജനരോഷമുണ്ടെന്നാണ് ലേഖനത്തിൽ അവകാശപ്പെടുന്നത്. സിനിമയുടെ ആദ്യ ഭാഗമായ ലൂസിഫർ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ അദൃശ്യമായ വിദേശ ശക്തികളാൽ നിയന്ത്രിക്കപ്പെടുന്ന വെറും പാവകളാണെന്ന ആശയം സൂക്ഷ്മമായി അവതരിപ്പിച്ചു. രണ്ടാം ഭാഗമായ എമ്പുരാൻ ഇന്ത്യയുടെ അന്വേഷണ ഏജൻസികൾ, നിയമപാലകർ, ജുഡീഷ്യറി എന്നിവയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇതിനെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുവെന്നുമാണ് ലേഖനത്തിൽ കുറ്റപ്പെടുത്തൽ. എമ്പുരാൻ പൊതുജനങ്ങളെ തിരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ നിന്നും അകറ്റാൻ സാധ്യതയുണ്ട്. ദേശീയ പ്രസ്ഥാനങ്ങളെ അപകീർത്തിപ്പെടുത്താനുള്ള ഒരു സൂക്ഷ്മമായ ശ്രമമാണ് സിനിമയിൽ. പ്രധാന കഥാപാത്രമായ സ്റ്റീഫൻ നെടുമ്പുള്ളി നിയമത്തിന്റെ ചട്ടക്കൂടിന് പുറത്തു നിന്നാണ് പ്രവർത്തിക്കുന്നത്. ഭരണഘടനാ വിരുദ്ധമായ മാർഗങ്ങളിലൂടെ മാത്രമേ നീതി നടപ്പാക്കാൻ കഴിയൂ എന്ന് സിനിമയിലൂടെ പറയുന്നുവെന്നും ഓർഗനൈസർ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ പറയുന്നു. യുവാക്കൾക്ക് അവരുടെ രാജ്യത്തിന്റെ സ്ഥാപനങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ ആത്യന്തിക ഗുണഭോക്താക്കൾ ദുർബലമായ ഭാരതത്തെ ചൂഷണം ചെയ്യാൻ കാത്തിരിക്കുന്ന ബാഹ്യശക്തികളാണ്. എമ്പുരാൻ സൂക്ഷ്മമായി വളർത്തിയെടുക്കുന്ന വിഭജനമാണിത്. ദേശീയ ഐക്യത്തെ ഭീഷണിപ്പെടുത്തുന്ന ഒരു വിഭജനം. പൃഥ്വിരാജിന്റെ സിനിമകളിൽ ദേശവിരുദ്ധ ലക്ഷ്യങ്ങളുടെ ആവർത്തനം ഗുരുതരമായ ആശങ്കകൾ ഉയർത്തുന്നുവെന്നും ലേഖനത്തിൽ പറയുന്നു. സിനിമയുടെ ഫണ്ടിംഗ് എവിടെ നിന്നാണ് വന്നതെന്നും നിർമ്മാതാക്കളിൽ ഒരാൾ എന്തുകൊണ്ടാണ് പദ്ധതിയിൽ നിന്ന് പിന്മാറിയതെന്നും ലേഖനം ചോദിക്കുന്നു. സംഘപരിവാർ നേതാക്കളിൽ നിന്നും അണികളിൽ നിന്നും ചിത്രത്തിനെതിരെ ആക്രമണം ശക്തമായതോടെയാണ് എമ്പുരാനിലെ ചില ഭാഗങ്ങൾ നീക്കം ചെയ്യുകയാണെന്ന് അറിയിച്ച് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് മോഹൻലാൽ രംഗത്തെത്തിയത്. മോഹൻലാലിന്റെ ഈ ഖേദപ്രകടനം പൃഥ്വിരാജ് ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് RSS മുഖപത്രത്തിൽ ലേഖനം വന്നിരിക്കുന്നത്. എമ്പുരാൻ റിലീസ് ചെയ്തതിന് പിന്നാലെ സിനിമയ്ക്കെതിരെയുള്ള ലേഖനം നേരത്തെ ഓർഗനൈസറിൽ പ്രസിദ്ധീകരിച്ചിരുന്നു.